നമസ്കാരം. പ്രവാസ ലോകത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫിലുടനീളം തൊഴിൽ നിയമങ്ങളിൽ വ്യാപകമായ മാറ്റം വരുന്നതായി കാണാൻ സാധിക്കുന്നു. UAEക്ക് പുറമെ ഖത്തറും സൗദി അറേബ്യയും വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം അഥവാ വേതന സുരക്ഷാ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നു. എല്ലാ തൊഴിലാളികൾക്കും അവരുടെ ശമ്പളം ബാങ്ക് അക്കൗണ്ട് വഴി നൽകണമെന്നാണ് വേതന സുരക്ഷാ പദ്ധതി അനുശാസിക്കുന്നത്. ഇത് നിലവിൽ വരുന്നതോടുകൂടി തൊഴിലാളികൾക്ക് അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ശമ്പളം കൃത്യസമയത്ത് നൽകുമെന്ന് ഉറപ്പാക്കാൻ സാധിക്കും. പ്രവാസ ലോകത്തിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. പ്രവാസി ക്ഷേമത്തിനുതകുന്ന പദ്ധതികളൊന്നും ബജറ്റിൽ പ്രതിഫലിച്ചില്ല എന്നത് സങ്കടകരമാണെന്ന് പ്രവാസി സമൂഹം. പകരം പ്രവാസികളുടെ കാലങ്ങളായുള്ള പ്രശ്നങ്ങളിലൊന്നായ വിമാനയാത്രാ നിരക്ക് കൂടുന്നതിലേക്കായി ചില നിർദ്ദേശങ്ങൾ മാത്രം. അന്താരാഷ്ട്ര തലത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വൻ വിലക്കുറവ് സംഭവിച്ചെങ്കിലും ഇന്ത്യൻ വിമാന കമ്പനികളുടെ നിരക്ക് കുറയുന്നില്ല. പ്രവാസികൾക്ക് വകുപ്പ് എടുത്തു കളഞ്ഞതിന് പിന്നാലെ ബജറ്റിൽ അനുകൂലമായ ഒരു പരാമർശം പോലും ഇല്ലാത്തത് സാധാരണ പ്രവാസികളിൽ നിരാശ ഉളവാക്കി. വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനത്തിന്റെ എക്സൈസ് തീരുവ 8% നിന്ന് 14% ഉയർത്താനാണ് ബജറ്റിൽ നിഷ്കർഷിക്കുന്നത്. ഇതോടെ യാത്രാക്കൂലി ഇനിയും കൂടും. UAEയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുസ്ഫയിലെ ഐക്കാർഡ് ലേബർ ക്യാമ്പിൽ തൊഴിലാളികളുടെ പരാതി കേൾക്കാനും ദുബൈയിൽ പൊതുപരിപാടിയിൽ ഇന്ത്യക്കാരെ അഭിമുഖീകരിച്ച് സംസാരിക്കാനും തയ്യാറായെങ്കിലും ബജറ്റിൽ പ്രവാസികളെക്കുറിച്ച് ഒരു പരാമർശവും നടന്നിട്ടില്ല. പ്രവാസികളായ ഇന്ത്യക്കാർ വിദേശത്ത് വെച്ച് മരണപ്പെട്ടാൽ മൃതദേഹം സൗജന്യമായി നാട്ടിലെത്തിക്കൽ, സുരക്ഷിത നിക്ഷേപത്തിനുള്ള സൗകര്യം, മണി എക്സ്ചേഞ്ചുകൾക്ക് ഏർപ്പെടുത്തിയ സേവന നികുതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളൊന്നും തന്നെ ബജറ്റിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. ഇക്കഴിഞ്ഞ ജനുവരി 1 ഒമാനിലെ ഇന്ത്യൻ എംബസി അവതരിപ്പിച്ച മിക്കോൾ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ പ്രവാസി തൊഴിലാളികൾക്ക് അടിയന്തര ഘട്ടത്തിൽ എംബസിയുമായോ പ്രവാസ ലോകവുമായോ ബന്ധപ്പെടാനുള്ള സംവിധാനം വാഗ്ദാനം ചെയ്യുന്നു. ഇത്തരത്തിൽ സൗദി അറേബ്യയിലേക്ക് പോയി ചതിക്കപ്പെട്ട തൃശൂർ സ്വദേശി മിക്കോളിലൂടെ രക്ഷപ്പെട്ട കഥയാണ് പ്രവാസ ലോകം ഇനി പങ്കുവയ്ക്കുന്നത്. സാങ്കേതിക വിദ്യയുടെ പുതിയ ലോകത്ത് പ്രവാസ ലോകം പുതിയ മേഖലകളിലേക്ക് കടക്കുകയാണ്. മസ്കറ്റിൽ നിന്നുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കൾ റജിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയിരിക്കുന്ന മിക്കോൾ എന്ന സംവിധാനം ഒരു ആപ്ലിക്കേഷനാണ്, മൊബൈൽ ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന പ്രവാസികൾക്ക് അവർക്ക് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് എംബസിയെ സമീപിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ സേവനം ചെയ്യാൻ തയ്യാറുള്ള ഏതെങ്കിലും NGOകളെ, ഇന്ത്യയിൽ സന്നദ്ധരായിട്ടുള്ള NGOകളെ, സന്നദ്ധ സംഘടനകളെ സമീപിക്കാനുള്ള സംവിധാനമുണ്ട്. അത്തരത്തിൽ മിക്കോളിൽ പ്രവാസ ലോകത്തിൻ്റെ പേര് ഉൾപ്പെട്ടതുകൊണ്ട് പ്രവാസ ലോകത്തിന് ലഭിച്ച ഒരു കേസാണ്, ആദ്യത്തെ കേസാണ് ഹരിയുടേത്, ഇരിങ്ങാലക്കുട സ്വദേശി. ഈ കഴിഞ്ഞ ജനുവരി 1 ഈ മിക്കോൾ ഇൻസ്റ്റാൾ ചെയ്തത്. ഹരിയുടെ കേസ് എല്ലാ പ്രേക്ഷകരുടെയും അറിവിലേക്കായിട്ട് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഹരിക്ക് എന്താണ് സംഭവിച്ചത്? ഹരി മുമ്പ് സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്ന ആളാണ്. ഇങ്ങനെ ഒരു ചെറിയ ചതിയാണ് പറ്റിയിരിക്കുന്നത്. എന്തായാലും അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നു. എന്താണ് സംഭവിച്ചത്? ആക്ച്വലി ഇത്തവണ ഹരി ഡ്രൈവർ ജോലിക്കായിട്ട് സൗദിയിൽ പോയി. ഡ്രൈവർ ജോലിക്കാണ് പോയത്. എൻ്റെ അഗ്രിമെന്റ് പ്രകാരം എനിക്ക് തരേണ്ടത് 1800 റിയാലിനാണ്, ശമ്പളത്തിനാണ് ഞാൻ പോരുന്നത്. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ 1800 അഗ്രിമെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എഗ്രിമെന്റ് കാണുമെന്ന് പറഞ്ഞു. എഗ്രിമെന്റ് കാണുമെന്ന് പറഞ്ഞപ്പോൾ ഞാനപ്പോൾ എഗ്രിമെന്റ് എൻ്റെ കയ്യിൽ ഫയലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് എൻ്റെ മെയിലുണ്ടായിരുന്നു. മെയിലിൽ എടുത്തിട്ട് ആൾക്ക് കാണിച്ചു കൊടുത്തപ്പോൾ ആൾ ആ നിമിഷം തന്നെ കണ്ട് 1800 ശമ്പളം എന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ തിരികെ വാങ്ങിയായിരുന്നു. മൊബൈൽ പിന്നെ ആളുടെ കയ്യിലായിരുന്നു. എഗ്രിമെൻ്റ് ഒന്നും തരില്ല, എനിക്ക് ഇവിടെ മാക്സിമം തരാൻ പറ്റുന്ന 1000, അതിലും കൂടുതൽ തരില്ല. ഒരു മാസം ജോലി ചെയ്തോളൂ. ഒരു മാസം ഒന്നാമത്തെ ശമ്പളം തന്നെ 1400 കിട്ടിയത്. അപ്പം തന്നെ നിങ്ങൾ പ്രതികരിച്ചു? അപ്പം ഞാൻ പ്രതികരിച്ചു. ശമ്പളം കിട്ടിയെന്ന് തന്നെ ഞാൻ പ്രതികരിച്ചു. എനിക്ക് ഈ ശമ്പളത്തിന് ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് 1800 ശമ്പളം ഒന്നും കിട്ടില്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യില്ല. ഒരു 4 ദിവസം കൂടി ചെയ്തു. 5-ാം ദിവസം ഞാൻ പറഞ്ഞു നാളെ തൊട്ട് ഞാൻ ജോലി ഇല്ല എന്ന് പറഞ്ഞ് നിർബന്ധമായിട്ട് എൻ്റെ സ്റ്റാൻഡായിരുന്നു. പിന്നെ ജോലി ചെയ്തിട്ടില്ല. എന്താ നിങ്ങൾ ചെയ്തത്? ആദ്യം തന്നെ മിക്കോൾ വഴി ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മിക്കോൾ വഴി ഞങ്ങളെ കണ്ടപ്പോൾ ഇത് ചെയ്യണോ ചെയ്തത്, അതോ നേരിട്ട് പുള്ളിയോട് അറിയിക്കണോ ചെയ്തത്? അല്ലല്ല, ഞാൻ മിക്കോള് മുഖേന എനിക്ക് നമ്പർ കിട്ടിയപ്പോൾ ഞാൻ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തു. അങ്ങനെ അവരെന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് എംബസിയിലെ വളണ്ടിയർമാരായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ മുഖേന ഇവരെ വിളിച്ചിരുന്നു, സ്പോൺസറെ വിളിച്ചിരുന്നു. സ്പോൺസറെ വിളിച്ചപ്പോൾ അവർക്ക് പുറമേ നിന്ന് ഇടപെടലുണ്ടായപ്പോൾ ആൾക്ക് ഭയമായി. അങ്ങനെ അതൊരു ഭാഗ്യമാണ്. അങ്ങനെ എനിക്ക് കയറി വരാനുള്ള ഭാഗ്യം ഉണ്ടായത്. അല്ലാതെ നീ അവിടെ 5 ദിവസം തന്നെ റൂമിലിട്ട് കൂട്ടിരിക്കുകയായിരുന്നു. ഭക്ഷണത്തിൻ്റെ എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസത്തെ ഭക്ഷണം 3-4 ദിവസത്തേക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നുള്ള ഭയപ്പെട്ടിരിക്കുമ്പോഴാണ് എംബസിയിലത്തെ വളണ്ടിയർമാർ വിളിച്ച് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അങ്ങോർക്ക് ഇങ്ങനെ വിളി വന്നപ്പോൾ ആൾക്ക് ഭയപ്പെട്ടിട്ടുണ്ടാവും അവർ.
അങ്ങനത്തെ ഒരു സ്റ്റാൻഡ് എടുത്തൊരു ഒഴിവ് ദിവസം വെള്ളിയാഴ്ച ഒരു ദിവസം തന്നെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കയറ്റി വിടാനുള്ള സംവിധാനം ചെയ്യാനുണ്ടായത്. മിക്കോൾ അല്ലാതെ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഏറ്റവും അവസാനത്തെ നിമിഷത്തിൽ ഇത് എങ്ങനെ അറിഞ്ഞത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന്? ഞാൻ ഫേസ്ബുക്ക് നോക്കിക്കൊണ്ടിരിപ്പോൾ അതിനെ വെച്ച് കണ്ടത്. ഫേസ്ബുക്കിൽ ഇങ്ങനെ പ്രവാസികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ബന്ധപ്പെടാനുള്ളൊരു പുതിയൊരു മിക്കോൾ എന്ന് പറഞ്ഞൊരു ആപ്പ്, അത് ഡൗൺലോഡ് ചെയ്തപ്പോഴാണ് അതിന് കൂടുതൽ ഡീറ്റെയിൽസ് മറ്റേ എംബസിയും പ്രൊട്ടക്ടർ എമിഗ്രൻറ്റിനൊക്കെ ആയിട്ട് ബന്ധപ്പെടാനുള്ള ഇന്ത്യയിലെ ഹെൽപ്പ് ലൈൻ അങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ ആ ഒരു കോണ്ടാക്റ്റിനോട് ബന്ധപ്പെടാൻ പറ്റിയതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു കയറി വരാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ അവിടെ കിടന്നിട്ട് ഒരുപാട് കഷ്ടപ്പെടേണ്ടവരെ വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. മിക്കോൾ വഴി നിങ്ങൾ ഇന്ത്യയിൽ ആദ്യം ബന്ധപ്പെട്ടത് ആരെയാ? അങ്ങനെ ഒരു ഹൈദരാബാദിലുള്ള ഒരു മാഡമായിരുന്നു, ഒരു ലിസി, സിസ്റ്റർ ലിസി. അപ്പോൾ ആ സിസ്റ്റർ ലിസിയാണ് എനിക്ക് ഇവിടുത്തെ റഫീഖ് സാറിൻ്റെ നമ്പർ എനിക്ക് അവിടെ നിന്ന് മെയിൽ ചെയ്ത് തന്നു. കോണ്ടാക്ട് നമ്പർ ഇവിടുത്തെ പ്രവാസി ലോകം ചെയ്യുന്ന ഒരു സാറാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെയാണ് റഫീഖ് സാറിനെ കോണ്ടാക്ട് ചെയ്യുന്നത്. റഫീഖ് സാറിൻ്റെ ഭാഗത്തു നിന്ന് വളരെ സഹായമാണ് എനിക്ക് ഉണ്ടായിരുന്നത്. വളരെ നല്ല രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ സ്നേഹിതന്മാരുടെ നമ്പറൊക്കെ നമ്മുടെ കേളിയുടെ ഒരു സുരേഷ് ചന്ദ്രനായിട്ട് നമ്പർ കിട്ടി ഞങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ എല്ലാവർക്കും നല്ല സഹായം ഉണ്ടായി. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നൊക്കെ സ്പോൺസറെ വിളിച്ച സ്പോൺസർ, അതുകൊണ്ടാണ് എനിക്ക് കയറി വരാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നത്. ഹരിയുടെ കഥ കേട്ടല്ലോ, ഇതാണ് അവസ്ഥ. വർക്ക് കോൺട്രാക്ട് ഉണ്ടായിട്ട് കൂടി വർക്ക് കോൺട്രാക്റ്റിൻ്റെ പേരിൽ പോരടിച്ച ഒരാളാണത്. എല്ലാവർക്കും ഈ അനുഭവം ഉണ്ടാവണമെന്നില്ല. പ്രത്യേകിച്ചും ഡൊമസ്റ്റിക് വർക്കേഴ്സ് സെക്ടറിൽ പോകുന്ന ഡ്രൈവർമാർ, വീട്ടുജോലിക്കാർ തുടങ്ങിയവർക്ക് നിയമപരമായിട്ട് ലേബർ ലോയിലൊന്നും പെടാത്ത ഘടകമാണ് ഇവർക്ക്. അവർക്ക് എളുപ്പത്തിൽ നിങ്ങളെ ദ്രോഹിക്കാം, എളുപ്പത്തിൽ നിങ്ങളെ ചീറ്റ് ചെയ്യാം. അതിൽ പെടാത്തൊരു ഘടകത്തിൽ പെടുന്ന ഇത്തരം ജോലിക്കാർ പോകുന്നവർക്ക് പോലും വർക്ക് കോൺട്രാക്ട് ഉണ്ടായിട്ടാണ് ഹരിക്ക് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. വർക്ക് കോൺട്രാക്ട് ഇല്ലാതെ ഒരു യാത്രയും ചെയ്യരുത്. പ്രത്യേകിച്ചും മൈഗ്രേഷൻ സിസ്റ്റം, കേന്ദ്ര ഗവൺമെൻറ് മൈഗ്രേഷൻ സിസ്റ്റത്തിൽ കൂടെ റിക്രൂട്ട്മെൻറ്റ് ഇൻഡസ്ട്രി കുറച്ചും കൂടി സ്ട്രോങ് ആക്കിയിരിക്കുന്ന സമയത്ത് ഏജൻറ്റുമാർ നിങ്ങളെ പല കപട വാഗ്ദാനങ്ങളും നൽകി കൊണ്ടുപോകാൻ ശ്രമിക്കും. ഇത് വാഗ്ദാനം നൽകിയിട്ട് പോലും ഹരിക്ക് സംഭവിച്ചത് നിങ്ങൾക്കൊരു പാഠമായിരിക്കട്ടെ. കഴിഞ്ഞ 4 വർഷമായി ദുബായിലുള്ള കൊടുങ്ങല്ലൂർ സ്വദേശി നിയാസ് ഇപ്പോൾ താനുമായി യാതൊരുവിധ ബന്ധവും പുലർത്തുന്നില്ല എന്നാണ് ഉമ്മ മുംതാസ് പരാതിപ്പെടുന്നത്. 2 വർഷങ്ങൾക്ക് മുൻപ് വരെ മുംതാസുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന മകൻ വിവാഹമോചനം നേടിയ പിതാവുമായി അടുത്തതിനാലാണ് താനുമായി അകന്നതെന്നാണ് മുംതാസ് പറയുന്നത്. കോടതിക്ക് മുൻപിലിരിക്കുന്ന ഈ കേസിൽ ഉമ്മ മുംതാസിന്റെ ഭാഗമാണ് പ്രവാസ ലോകം ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. നിയാസിന് എന്താണ് പറയാനുള്ളതെന്നറിയാൻ പ്രവാസ ലോകവും പ്രേക്ഷകരും കാത്തിരിക്കുന്നു. നിയാസ് 2012 ഗൾഫിലേക്ക് പോയത്. വിസിറ്റിങ്ങിന് പോയതാ, ഉപ്പ കൊണ്ടുപോയതാ. അവിടെ ചെന്നതിന് ശേഷം അവന് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ ജോലി കിട്ടി. അവൻ +2 ITC ഡിപ്ലോമ എടുത്തതാ. അപ്പോൾ വിസിറ്റിങ്ങിന് കൊണ്ടുപോയപ്പോൾ അവിടെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അവൻ അങ്ങനെ ജോലിയിൽ കയറി. എനിക്ക് കോടതി പ്രകാരം 2007 എനിക്ക് ഡൈവോഴ്സ് കിട്ടി. പക്ഷെ ഭർത്താവ് ഗൾഫിൽ നിന്ന് ഇപ്പോൾ വന്നിട്ട് തലാക്കും ചൊല്ലി 2007 കോടതി പ്രകാരം. അപ്പൊ ആള് കേസ് കൊടുത്തിട്ട് ആള് അങ്ങനെ മുങ്ങിപ്പോയി ഗൾഫിലേക്ക് ഭർത്താവേ. എന്നിട്ട് പിന്നെ വന്നിട്ട് എനിക്ക് 3 മക്കളുണ്ട്. എന്നെ 3 മക്കളെയും കണ്ടിട്ട് എന്റെ ഭർത്താവ് മലപ്പുറത്ത് പോയിട്ട് ഒരു കല്യാണം കഴിച്ചു. ഞാൻ അപ്പോഴൊന്നും അറിഞ്ഞില്ല. ഒരു കുട്ടിയും ഒരു പെണ്ണും കുറെ വർഷങ്ങൾക്ക് ശേഷം വീട്ടിൽ വന്നപ്പോഴാണ് ഞാനിത് അറിയുന്നത് തന്നെ. പിന്നെ എന്റെ മക്കൾക്ക് ഉപ്പാക്ക് 2 പെണ്ണുണ്ട് എന്നിട്ട് കല്യാണം ഒന്നും നടക്കണില്ല. എൻ്റെ വീട്ടുകാരാണ് മക്കളൊക്കെ നോക്കിയതും വളർത്തിയതും ഒക്കെ. 2 പെൺകുട്ടികളെ എൻ്റെ വീട്ടുകാർ കല്യാണം കഴിച്ചു കൊടുത്തു. പിന്നെ മോന് 26 വയസ്സ് വരെ എൻ്റെ ആങ്ങളമാരാണ് വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ഒരു ഭാവിയാക്കി കൊടുത്ത്. ഇപ്പൊ ഉപ്പായിട്ട് തീർത്തപ്പോൾ ഉപ്പയും മോനും പറഞ്ഞ് ഉമ്മയുടെ സ്ഥലം എഴുതി മേടിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അത് തയ്യാറല്ല. എനിക്ക് മോനിക്ക് ഉപ്പ പറഞ്ഞു ഉമ്മയുടെ സ്ഥലം മുമ്പ് മേടിക്കും, ഉപ്പ ഉമ്മാനെ തീർത്തതല്ലേ, ഇനി ഈ നാട്ടിൽ നിന്ന് ഉമ്മാനെ പറഞ്ഞയക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാന് ഈ പെരിഞ്ഞാനത്ത് വന്നിട്ട് 35 വർഷമായി. ഞാൻ തൃശ്ശൂർക്കാരത്തിന്ന്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ് എൻ്റെ വീട്. ഇപ്പോഴും അവിടെ ഉണ്ട് വീട്. പക്ഷെ ഞാൻ ഇപ്പൊ ഇവിടെ വന്നപ്പോ 35 വർഷമായല്ലോ. 28 വയസ്സ് കഴിഞ്ഞ എൻ്റെ മോനിക്ക്. അപ്പൊ ഭർത്താവിന് ഇപ്പൊ സ്ഥലം കിട്ടണം. അപ്പൊ ഉമ്മാനി നാട്ടിൽ നിന്ന് വിടാൻ മോനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉപ്പ മേടിച്ചെന്ന മുതലാണ് എനിക്ക് തരാൻ പറ്റൂല, എന്റെ കാലശേഷം നീ എടുത്തോ. എന്റെ മോന് പഴയതുപോലെ എനിക്ക് എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം, അതാണ് ആവശ്യം. കാരണം 27 വയസ്സ് വരെ എൻ്റെ മോൻ എൻ്റെ കൂടെ ആയിരുന്നു. ഉമ്മയുടെ ആൾക്കാരുണ്ടായിട്ടുള്ള ഉപ്പയുടെ ആൾക്കാർ അവന് കണ്ടിട്ട് തന്നെ ഇല്ല.
ഇപ്പം എഴുത്ത് പിന്നെ ഇപ്പം ഇല്ലല്ലോ. അപ്പോൾ ഫോൺ വിളിയല്ലേ ഉള്ളൂ. ഒരു ദിവസത്തിൽ 4 നേരം 5 നേരം വിളിച്ചിരുന്ന മോനാ. ഇപ്പം 2 കൊല്ലമായിട്ട് വിളിക്കില്ല, പിന്നെ കാശ് അയക്കണില്ല. നിയാസിന്റെ പേരിലുള്ള കേസ് ഞാൻ പിൻവലിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉമ്മ ചെയ്താൽ ശരിയായില്ല, അതിന്റെ പേരിൽ കേസ് അന്ന് ശരിയായില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കേസ് 1 കൊല്ലത്തോളം എൻ്റെ മോനെ അതായിക്കോട്ടെ, കേസ് കൊടുക്കാൻ പാടുണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എന്തായാലും നിയാസ് ആ കേസ് പിൻവലിക്കും. പിൻവലിക്കാൻ തയ്യാറാണ്. ഉമ്മ പിൻവലിക്കും. മോൻ്റെ പേരിലൊന്നും ഉമ്മ കേസ് കൊടുക്കാൻ പാടില്ല ഇങ്ങനത്തെ കാര്യത്തിലൊന്നും. മോൻ ചെറിയ വാശി എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു, മോൻ അതൊക്കെ ഒഴിവാക്കിയിട്ട് നിന്റെ ഉമ്മയുടെ കഷ്ടപ്പാടുകൾ ആലോചിച്ചിട്ട് നീ തിരിച്ചു വരണം. ഞാൻ കേസ് കൊടുക്കാൻ കാരണം, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ മോൻ പറയുന്നു, വേറെ കൂട്ടുകാരൻ പറഞ്ഞിട്ട് അറിഞ്ഞതിന് അവന് അങ്ങോട്ട് വരുന്നുണ്ട്, ഉപ്പാടെ 2ാമത്തെ പെണ്ണൊക്കെ അന്വേഷിക്കാൻ നടക്കുന്നുണ്ട് പറഞ്ഞു. അപ്പം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് ഞാൻ അംഗീകരിക്കുക. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. അങ്ങനെ കേസ് കൊടുത്തത് അങ്ങനെ അന്വേഷിച്ചിട്ട് അവർ കല്യാണം കഴിക്കട്ടെ, നിങ്ങളെ ഒഴിവാക്കിയിട്ട്. ലോകമല്ലേ, സമൂഹമല്ലേ, നിങ്ങൾ വിഷമിക്കണ്ട. അപ്പോൾ ഇതിൽ നിയാസ് ഉമ്മാനെ വിളിക്കണം. നിയാസെ ഏക ആശ്രയം നിയാസ് മാത്രമാണ് ഉമ്മാക്ക്, വേറെ ആരുമില്ല. നിയാസിൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഉമ്മാക്ക് വേറെ ആരുമില്ല. നിയാസ് പെൺകുട്ടികൾ 2 കല്യാണം കഴിച്ചു പോയി, ഉമ്മ ഒറ്റയ്ക്കൊരു വീട്ടിലാണ്. നിന്റെ വിളിയാണ് അവർക്കുണ്ടായിരുന്ന സമാധാനം. നീ ഇപ്പോൾ 2 വർഷമായിട്ടില്ല, നിനക്കൊരു ലേശം വിഷമമുണ്ടായിരിക്കും ഉമ്മ കേസ് കൊടുത്തത്, യാതൊരു സംശയമില്ല. ഉമ്മ പേടിച്ചിട്ട് കേസ് കൊടുത്തതാ. നീ വന്നിട്ട് അങ്ങേ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചു പോകുമ്പോൾ ഉമ്മ അത് കണ്ടിരിക്കേണ്ടത്, പോയിട്ട് വളർത്തിയ ഉമ്മ എന്ന് വിചാരിച്ച് ചെയ്ത് കൊടുത്താൽ. മനയിൽ കുറ്റം പറയാനൊന്നും പറ്റില്ല. ഉമ്മക്ക് ഇപ്പോൾ അത് നമ്മൾ തിരുത്തി കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ സത്യാവസ്ഥ തിരുത്തി കൊടുത്തിട്ടുണ്ട്. ഉമ്മ തീർച്ചയായിട്ടും മകൻ്റെ പേരിലുള്ള കേസ് പിൻവലിക്കും. ഈ വേദി ഉപയോഗിച്ചുകൊണ്ട് നിയാസ് ഉമ്മാനെ വിളിക്കണം, ഉമ്മാടെ അടുത്ത് വരണം, വിവാഹിതനാവണം, കുടുംബസമേതം ജീവിക്കണം. ഉപ്പയുമായിട്ടും സ്നേഹബന്ധം നിലനിർത്തുന്നതിനൊന്നും യാതൊരു തടസ്സവും ഞാൻ പറയില്ല. നിങ്ങൾ ഉപ്പാനായിട്ടും എന്തായാലും അബദ്ധമൊക്കെ പറ്റിപ്പോയത് ഇപ്പം ചെയ്ത് ശരിയായില്ല എന്നുള്ള അഭിപ്രായം എനിക്ക്. അത് മതത്തിൻ്റെ പരിരക്ഷ ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ കുടുംബ ഛിന്ന ഭിന്നമായി പോകുന്നു എന്നുള്ളതാണ്. സാമൂഹ്യ അവസ്ഥയിൽ വളരെ ബുദ്ധിമുട്ട് പിടിച്ചൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾക്കത് വലിയ ബുദ്ധിമുട്ടുള്ളതാണ്, എല്ലാ സമൂഹത്തിനും. അത് ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, ആർക്കാവട്ടെ. അപ്പോൾ അതിൽ ഉപ്പ ചെയ്ത് ശരിയായില്ല എന്നുള്ളൊരു അഭിപ്രായം. കേസ് ഇത്ര നാളും കൊണ്ടുപോകാൻ കാരണം, പെൺകുട്ടീനെ പെണ്ണന്വേഷിച്ച് വരുമ്പോൾ ഉമ്മ എന്ത് 2 തരാൻ പാടില്ലല്ലോ. അങ്ങനെ കേസ് നീട്ടി കൊണ്ടുവന്നു. അപ്പം പിന്നെ പെൺകുട്ടികളെ കെട്ടിച്ചു പോയല്ലോ. ഇനിയിപ്പോൾ നിക്കാഹിൻ്റെ ഒരു പ്രശ്നം അവിടെ വരുന്നില്ലല്ലോ. അങ്ങനെ കോടതിയിൽ ഞാൻ കൊടുങ്ങല്ലൂർ കോടതിയിൽ പറഞ്ഞു, ഞാൻ കേസ് പിൻവലിക്കിന്, എനിക്ക് ഭർത്താവിൻ്റെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ കോടതിയിൽ എഴുതി കൊടുത്തു. അങ്ങനെ ഉപ്പാടെ കേസ് അവസാനിപ്പിച്ചു. അവർ കോടതിയിൽ കേസ് അവസാനിപ്പിച്ചു. ഈ മകൻ്റെ കേസ് അവസാനിപ്പിക്കും. മകൻ്റെ കേസ് തീരെ ശരിയായില്ല. 35 കൊല്ലം ഞാൻ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചിട്ട് ഒന്നും പേടിച്ചില്ല. നിങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു മനസ്സിൻ്റെ ശക്തിയും ഒരു വിശാല മനസ്കതൊക്കെ ആയിട്ട് ഞാൻ കാണുന്നുള്ളൂ. വായിക്കാതിരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഭർത്താക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ട. അല്ല, ഈ മോന് അങ്ങനെ വളർത്തിയ മോനാണ്. അപ്പം മോൻ കൈവിടില്ല പ്രതീക്ഷിച്ചത്. മോൻ വരും. നിയാസ് വരും. നിയാസ് വരണം. നിയാസിനെ ആയിട്ട് നമ്മളുടെ സുഹൃത്തുക്കൾ സംസാരിച്ച് കാര്യം ബോധ്യപ്പെടുത്തി. മടയിൽ ചെറിയ മിസ്റ്റേക്ക് ഉമ്മാക്ക് മകനോടുള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു അവകാശവും അധികാരവും സ്നേഹമൊക്കെ കൈവിട്ടു പോകുമോ എന്ന ഇതിൽ കൊടുത്ത, അല്ലാണ്ട് നിന്നോട് സ്നേഹം അല്ലാണ്ട് കൊടുത്തോന്നും അല്ലാതെ നിന്നോടുള്ള സ്നേഹാധിക്യം കൊണ്ട് കൊടുത്ത കേസാണ്. അപ്പോൾ അത് പുറത്ത് കളയാം. ഉമ്മ അടുത്ത ആഴ്ച തന്നെ പിൻവലിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിയാസ് ഉമ്മാനെ വിളിക്കണായി. 18-ാം തീയതി കേസ് വെച്ചിട്ടുണ്ട്, അന്ന് പിൻവലിക്കുക. ആയിക്കോട്ടെ, 18-ാം തീയതി പിൻവലിക്കും. അപ്പോൾ നിയാസ് ഉമ്മാനെ വിളിക്കണം. അതൊക്കെ പൊറുക്കുക. ഇതിപ്പോൾ ഞാൻ എല്ലാവരോടും പൊറുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കരീമും അവരോടുള്ള എന്തെങ്കിലും മനസ്സിൽ ഇതുണ്ടെങ്കിൽ കറയുണ്ടെങ്കിൽ മാറ്റിക്കളയണം. മകനെ ഉപദേശിക്കണം കരീം. നമുക്ക് ഇനിയൊക്കെ കണ്ടുകൊണ്ട് ഇതായിട്ട് പോകാമെന്ന്. ഇപ്പോൾ അവരങ്ങനെ ഒറ്റപ്പെടുത്തിയിട്ട് എന്താ കിട്ടാൻ പോകുന്നു? ഇപ്പോൾ ഇവരെ ഒറ്റപ്പെടുത്തിയിട്ട് നിങ്ങൾക്കൊക്കെ എന്ത് കിട്ടാൻ പോകുന്നു? അവരൊറ്റയ്ക്ക് അങ്ങോട്ട് കയറി വന്നത് പാവം. അപ്പോൾ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് നിയാസ് ഉമ്മാനെ വിളിക്കണമെന്നാണ് എനിക്ക്